ആന തള്ളിയിടും, കുത്തുകയും പിടിക്കുകയും എല്ലാം ചെയ്യും, അടിച്ചേ കളയും. അതില് ഭയന്നിട്ട് കാര്യമില്ല, അത് മേടിച്ച് പിന്നെയും നിക്കണം. കേട്ടൊരറിവാണ്, അതായത് ആ ആന വേറെ ആർക്കും സെറ്റ് ആവില്ല. എന്തെന്ന് പറഞ്ഞാലും അത് സംഭവിക്കത്തില്ല. എത്ര ആള് കേറിയാലും അത് അതിനെ വെട്ടിക്കണ്ടിച്ചാലും ആന സംഭവിക്കത്തില്ല. അത് അടിച്ചു തോൽപ്പിക്കേണ്ട ഒരു വിഭാഗമല്ല. അത് നടക്കത്തില്ല അതിന്റെ അടുത്ത്. എനിക്ക് മറ്റേ സ്വാമിനാഥനാണ് കുഴിയൂര്, അന്ന് ഗുരുജിരയിക്കും. പുത്തൻകുളം വലിയ അർജുനൻ അല്ലേ? തൃശ്ശൂര് ഒക്കെ ഊട്ടിന് കൊണ്ടുപോകണം. ഞാൻ ആദ്യമായിട്ട് തൃശ്ശൂർ നാട്ടിലൊക്കെ ഊട്ടിന് കൊണ്ടുപോയി അനുഭവമൊക്കെ സാധുവരാനായിരുന്നു. നല്ല സൂപ്പർ ആണ്. ഉത്സവത്തിനൊക്കെ എങ്ങനെയാണ്? ഒരു ഇതുമില്ലായിരുന്നു. പുത്തൻകുളത്ത് അന്ന് താരമായിരുന്നത്. ഞാൻ തന്നെ വന്ന സമയം മുതല് അതിൽ നിന്ന് പിണങ്ങി മാറി വന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ കേശവനാനെ ഇരിക്കുന്നത് പട്ടത്താനം. അതല്ല, ഈ നമ്മുടെ അർജുന എങ്ങനെ ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ടാ? ഒന്നുമില്ലായിരുന്നു. അല്ല, അങ്ങനെ ചില ആനകൾ പറയില്ലേ ഇന്നത് ഇഷ്ടമല്ല അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല. ഒന്നുമില്ലാത്തൊരാനയായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. സൂപ്പർ ആനയായിരുന്നു. ആൾക്കാരോടൊക്കെ എങ്ങനെയാ? ചട്ടക്കാരോടൊക്കെ എങ്ങനെയാ? ഒരു ഇതുമില്ലാത്തൊരാനയായിരുന്നു. പുറമെക്കാരോടും ഒന്നുമില്ല, ആള് ഒന്നും പറയാനില്ല ആളെ കുറിച്ച്. അത്രയും സൂപ്പർ ആനയായിരുന്നു. എത്ര നാള് നിന്നു ആളുടെ അടുത്ത്? 1.5 വർഷം. അപ്പോഴും വീണ്ടും കച്ചവടമായി പോയിട്ടോ? ഇല്ല, അതിനെ പിന്നെ മണിയൻ എന്ന് പറയുന്നവരെ ഇപ്പം നമ്മുടെ ആനന്ദപ്പനാവനാനൊക്കെയുണ്ട്. മണിയൻ നല്ല ആനക്കാരന്. അങ്ങേര് ഞാൻ അവിടുന്ന് പിടങ്ങി അങ്ങനെ മാറിപ്പോയതാ. അവിടെ നിന്നാണ് കേശവനാന ഇരിക്കുന്നത് പട്ടത്താനം. പട്ടത്താനം കേശവൻ അല്ല, ഇന്നും ഒരുപാട് ആരാധക വൃന്ദം ഉള്ള ഒരു സംഭവമാണ്. ഷാജിയേട്ടാ പറയും, എന്താണ് പട്ടത്താനം കേശവൻ? ഷാജിയേട്ടൻ അവൻ ആരായിരുന്നു? അവന് ഷാജിയേട്ടൻ ആരായിരുന്നു? എനിക്ക് സൂപ്പർ ആയിരുന്നു. അതൊരിക്കലും ഞാൻ കേട്ടൊരറിവാണ്, അതായത് ആ ആന വേറെ ആർക്കും സെറ്റ് ആവില്ല, അത് ഷാജിയേട്ടൻ മാത്രം പറ്റിയ ഒരു മുതലാതൊക്കെ ഉള്ളൊരു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാ? ശരിയായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ശരി എന്ന് പറയാനുള്ള കാരണം? അപ്പൊ അതിലെന്തോ ഒരു കാരണം ഉണ്ടല്ലോ. ഒരു കാരണമില്ല. എന്നെയും തള്ളിയിട്ട് എന്നെ അടിച്ചുകളെയും തള്ളിയിടുകയും എല്ലാം ചെയ്യും. എങ്ങനെയാണ് നമ്മുടെ ഈ പട്ടത്താനം കേശവനിലേക്ക് വരാനുള്ള സാഹചര്യം? ഇവിടുന്ന് ഇറങ്ങിയപ്പോഴാണോ? എന്റെ 22ാമത്തെ വയസ്സിലാണ് അതിനകത്ത് ചെല്ലുന്നത്. അപ്പോഴ് എന്റെ ആശാൻ അന്ന് രാജേഷൻ എന്ന് പറയുന്ന ആളെ ഈ യൂണിയനൊക്കെ തുടങ്ങി ആ സമയമാണ്. അപ്പോഴത്തേക്ക് മറ്റേ ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ആള് വിളിച്ചിട്ട്, അവിടുത്തെ യൂണിയന്റെ സെക്രട്ടറിയാ വിളിച്ചിട്ട് പറയുന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ആന അങ്ങോട്ട് വരുന്നുണ്ട്, അതിന് തെക്കോട്ടാ വരുന്നത്, അതിനാരും അഴിക്കരുത്. യൂണിയനുള്ളവർ പറയാൻ. നമ്മളിവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുമല്ലോ, അന്നേരം യൂണിയൻ തുടങ്ങുന്ന സമയമാണ്. ഒരു പുത്തൻകുളത്ത് നമ്മളൊരു മെലിപ്പെട്ട ആനയൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന അമ്മയല്ലേ, നമ്മളും കൊച്ചു പിള്ളേരല്ലേ. അപ്പോഴെനിക്കൊരാഗ്രഹം ഇതിനെ ഒന്ന് കേറിയാ കൊള്ളാന്ന്. ഞാനിത് വിഷയം ഉണ്ടാക്കുന്ന, ഒരുപാട് പേരെ വിഷയം ഉണ്ടാക്കുന്ന കാണാൻ വേണ്ടി ഈ അർജുനാനായിട്ട് അവിടെ പരിപാടിക്കൊക്കെ പോകുമ്പോ ഈ പട്ടത്താനത്തില്ലേ, ഇവിടെ ഇത് തെറ്റുന്നതും പിടിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കും. അങ്ങനെ ഞാൻ ചോദിച്ചു, ലിജുവും വിഷ്ണു എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും കൂടെ വിളിച്ചാണ് ഈ കേശവനാനെ എനിക്ക് തരുന്നത്. അവരാണ് ഇതിലേക്കൊരു വഴി തന്നത്. എനിക്ക് വിളിച്ചു തന്ന് 5.5 വർഷം ആദ്യം കയറി. 5.5 വർഷം കയറി. അതൊക്കെ ഉടമസ്ഥരുമായിട്ടുള്ളൊരു ചെറിയ ഇതില് പോയി. എന്നിട്ട് ഞാൻ പോയാണ് കുഴിയൂർ സ്വാമിനാഥൻ. അത് കുഴിയൂരല്ല, ഗുരുജിരയ്ക്ക്. അപ്പൊ ഈ കേശവന്റെ രീതികളൊക്കെ ഒന്ന് പറഞ്ഞു, അതെങ്ങനെയാണ്? നമ്മള് ചട്ടക്കാരുടെ അടുത്ത് എങ്ങനെയാണ്? അത് എപ്പോഴും പറയാനൊന്നും ഒക്കത്തില്ല. അതിന്റെ ചില സമയത്ത് മിന്നിട്ട് അതിന്റെ സ്വഭാവം മാറും. ഒരു പരുവത്തിന് നമ്മളങ്ങ് പോയാൽ മതി ആനയായിട്ട്. എങ്ങനെ ഉയരൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു? പിന്നെ അന്നൊക്കെ ആന ഒരു 9 അടി 9 അടിയുള്ളു. ഇപ്പൊ ആന 10 അടി പുറത്തുണ്ട്. കൊല്ലം നാട്ടിൽ ഇപ്പൊ ഉള്ളതില് വലിയ ആനയാണ്. ശ്രീറാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ആനയാണ്. അപ്പൊ അന്ന് ഇത്രയും വലിയൊരു ആന, അതിന്റെ ചട്ടക്കാരെന്നൊക്കെ പറയുന്നത് അതിനെയും കാട്ടിയും വലിയ ആനയാണ് അർജുനാന. എന്നാലും ഒരുപാട് പേര് അറിയപ്പെടുന്ന ഒരു ആനയല്ലേ കേശവൻ എന്ന് പറയുമ്പോ? ഇപ്പോഴും അറിയിച്ചു കൊടുക്കുന്നത്, വെളിയിലോട്ട് അറിയിച്ചു കൊടുക്കുന്ന ഞാനാണ്. കേശവൻ എന്നൊരു ആനയെ അറിയിച്ചു കൊടുക്കുന്നത് ഇസ്മായിൽ ഷാജിയേട്ടനാണ്. അല്ലാതെ ഒരുത്തരും എന്നെ വെളിയിറക്കി അറിയിച്ചിട്ടില്ല.
പല ആനക്കാർക്കും ഒരുപാട് ആനക്കാർ വന്ന് അതാ കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, പലരും പറഞ്ഞു കേട്ടൊരു കാരണമാണ് അത്. ഒരുപാട് ആനക്കാർ വന്ന് കയറിയിട്ടുണ്ട്. അതെന്താ അവന്റെ രീതിക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണോ? അത് കൂട്ടിയെ കൂടെ ആന തള്ളിയിടും, കുത്തുകയും പിടിക്കുകയും എല്ലാം ചെയ്യും, അടിച്ചേ കളയും. അതിൽ ഭയന്നിട്ട് കാര്യമില്ല, അത് മേടിച്ച് പിന്നെയും നിക്കണം. ഷാജിയേട്ടന് ശരിക്ക് പറ്റിയിട്ടുണ്ടോ കാര്യമായിട്ട്? ഇഷ്ടംപോലെ ട്രിപ്പ് തള്ളിയിട്ടിട്ടുണ്ട്. ഹൈവേ വഴിയൊക്കെ കുത്തി ഇറക്കി കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഇതിനെ പിടിക്കും, കൊണ്ടുപോവുകയും ചെയ്യും. എന്നിട്ടും പിറ്റേന്ന് ഉത്സവത്തിന് കൊണ്ടുപോകും. ഇത് മറ്റേ ഒളിച്ചുകളി കളിക്കുന്ന പോലെ നിങ്ങളിപ്പോ കേശവനും ഷാജിയേട്ടനും ഒളിച്ചുകളിയാണ്. അതായത് ഇന്ന് കുത്തും നാളെ കയറും ഇതന്നെ. കണ്ടു നിൽക്കുന്നവർക്ക് ഇതൊരു ശീലായി അല്ലേ? അതാ, പക്ഷെ അതൊരു ആത്മബന്ധല്ലേ അത്? അതാ, പക്ഷെ അതിനെ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ കാണാണ്ടിരിക്കുമ്പോൾ അങ്ങനെ വലിയ പ്രത്യേകത അങ്ങനെയൊന്നുമില്ല. ഇപ്പം കണ്ടു കഴിഞ്ഞാല് എന്നെ ഓടിക്കും. എന്ന് വെച്ചാൽ അവൻ വന്നല്ല ഇനി വെളിയിലോട്ട് ഇറങ്ങിയൊക്കെ തള്ളുന്നതിനെ അറിയാം. അങ്ങനെ ഒരു ചിന്ത അതുകൊണ്ട് അതിന് അതേ ഇനി 5 വർഷം അല്ല 10 വർഷം കഴിഞ്ഞ് ചെന്നാലും 4 വർഷം കഴിഞ്ഞ് ഞാൻ പിന്നെ ചെന്നപ്പോഴും തന്നെ. എന്നിട്ട് ഞാൻ പിറ്റേ അല്ല 4 വർഷം കേരളത്തിൽ ആനക്കാരില്ല. എല്ലാരും ഒരുപാട് പേരും നോക്കി. അല്ല, ഈ ഹൈവേയില് പോകുമ്പോ ഉണ്ടായത് അതൊന്ന് പറഞ്ഞ, എന്താണ് ഹൈവേയിൽ എന്ന് ഉണ്ടായത്? ഇവിടെ ഏത് ഹൈവേ ആണ്? ഇവിടെ അത് ഒരുപാട് എടുത്തിട്ട് ഉണ്ടായത്. അതെന്തിട്ട് സംഭവം? വെറുതെ നടന്നു പോവായിരുന്നു, വഴിയടിയായിരുന്നു? ഇല്ല, നമ്മള് പരിപാടിയും കഴിഞ്ഞ് വരുമായിരുന്നു. വരുന്ന വഴിക്ക് അതിന്റെ മുകളിൽ കയറി ഇരുന്ന് വരുമായിരുന്നു. കൂട്ടത്തിക്കുന്ന പിള്ളേരെ ഓടിച്ച് ഞാൻ മുകളിൽ ഇരുന്ന് തോട്ടിക്ക് വെട്ടി അടിച്ചുകളി കേട്ടത് ഫ്രണ്ടില്ല. അല്ല, മുകളിൽ നിന്ന് കുലുക്കി താഴെ ഇട്ട് വിട്ടിട്ടാ കുത്തുന്നു. കുത്തിന്ന് ഇറക്കിക്കൊണ്ട് ചുമ്മാ ഇറക്കുക. എന്നിട്ട് ഞാൻ എഴുന്നേറ്റിട്ട് ഇതിനെ കയറി പിടിക്കുക. ലാസ്റ്റ് എടുത്ത് തന്നെ ഒരു കാറിന്റെ അപ്പുറത്തോട്ട് എടുത്തും കളഞ്ഞു. ഞാനെവിടുന്ന് എടുത്ത് അതിലേയും പോയി, അത് അങ്ങോട്ടും പോയി. പിന്നെ എങ്ങനെ പിടിച്ച് കിട്ടിയേ? അത് അപ്പുറത്ത് പോയി അവിടെ മാറി അയക്കുക. അവിടുന്ന് കുറച്ച് 1 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോയി ഒരു പറമ്പിൽ കയറി അവിടെ ഉണ്ട്. അപ്പോഴത്തേക്ക് അവര് വന്ന് ആനയെ കെട്ടി. അപ്പൊ ചുമ്മാ നിൽക്കുന്നവര് വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിന്ന് പിടിക്കുകയും കെട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്. തീറ്റക്കൂറുണ്ടോ ആനക്ക്? അതാക്കിയെടുത്ത നമ്മളാണ്. മറ്റേത് ആദ്യമൊന്നും ഞാൻ ചെല്ലുന്ന സമയത്ത് അങ്ങനെയൊന്നും ഇല്ല. അല്ല, ഷാജിനെ കേറുന്ന സമയത്തുള്ള അവന്റെ ദുശീലം എന്ന് പറയാൻ പറ്റില്ല, എന്തായിരുന്നു? തലയെ കെട്ട് വെച്ച് കിട്ടാൻ വെക്കത്തില്ല, പരിപാടി എടുക്കാൻ വെക്കൂലെന്നൊക്കെയാണ്. പരിപാടി കേറിയിട്ടില്ല ഇതുവരെ ആന? അതിനു മുമ്പേ സാജൻ എന്ന് പറഞ്ഞ അവൻ 10-20 പരിപാടി എടുത്തിട്ടുണ്ട്. ഈ മനോജ് ഉണ്ടല്ലോ, നമ്മുടെ കടവൂരാന കയറി, അവരൊക്കെ 5-6 എടുത്തിട്ടുണ്ട്. എല്ലാരും 1-2 ഒക്കെ ഇങ്ങനെ കറക്കി കുത്തി എടുക്കും. ഭാഗ്യപരീക്ഷണാണ്. അതേ മാത്രമേ ആദ്യമേ ആ സമയത്താണ് ഞാൻ ചെല്ലുന്നത്. അങ്ങനെ കഴിക്കുന്നേ ആദ്യം ചില വർഷം തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഉത്സവത്തിന് പോകുമ്പോഴൊക്കെ ഇങ്ങനെയാള് നല്ല രീതിയിലൊക്കെ നിന്നോളൂ? അതോ ഒന്നും വളരെ വിഷയമൊന്നുമില്ല. ഈ കോലം കയറ്റുമ്പോഴോ അല്ലെങ്കിൽ തിരുമേനിമാര് കേറുമ്പോ അതൊന്നും ഒരു വിഷയമില്ല. അച്ഛനും മൈൻഡ് മാറിയാ പോയി. അച്ഛനെ അറിയാൻ, എനിക്കറിയാൻ വെക്കും. അത് എനിക്കറിയാം, മൈൻഡ് മാറുമ്പോഴത്തേക്ക് അറിയാം. ഷാജിയേട്ടൻ എന്തെങ്കിലും ചിട്ട അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? എന്തായിരുന്നു അത് പറയേണ്ട കാര്യമില്ല. അല്ല, എന്തെങ്കിലും ഒരു പ്രത്യേകത? അത് ഞാനായിട്ട് മൺമറഞ്ഞു പോകത്തേ ഉള്ളൂ. അങ്ങനെയാണ് അത്. ഇനിയിപ്പോ ശിഷ്യന്മാരൊന്നും ഉണ്ടോ? ശിഷ്യന്മാരൊന്നും കയറില്ല. അപ്പൊ അതുപോലെ അതല്ല അങ്ങനെയല്ലല്ലോ നമ്മുടെ കഴിവ് മറ്റുള്ളവരിലൂടെ അത് വേണ്ടേ? ചോദിക്കുന്നത് ഒരു നല്ല ചാപ്പാട് അടിക്കാൻ ചുമ്മാ നിൽക്കുന്നതന്നെ ഇല്ലേ, അതിന് റെസ്റ്റ് കിട്ടട്ടെ. എന്നിട്ട് ഞാൻ 4-ാമത്തെ ട്രിപ്പ് കഴിഞ്ഞ വർഷം പോയി ആന കഴിച്ചു. വീണ്ടും 4 വർഷം എന്നിട്ട് മാറിയതിനു ശേഷം 4 ട്രിപ്പ് ഞാൻ പോയി കഴിച്ചു. ലാസ്റ്റ് മടുത്ത് 4 വർഷം ഈ ആനയെ അവിടെ കെട്ടിയിട്ടിട്ട് പിന്നെ ഞാൻ പോയി കഴിച്ചു. എന്നെ ഇഷ്ടംപോലെ ആനക്കാർ വന്നു. പലർക്കും വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം പട്ടത്താനം കേശവൻ ഷാജിയേട്ടൻ ആ ഒരു കോംബോ എന്തുകൊണ്ടാണ് അത് പലരും ചോദിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ അങ്ങോട്ട് വിട്ടുപിരിഞ്ഞു പോയത്? ഒരിക്കലും പിരിയാത്തൊരു കൂട്ട്? പിരിയാതൊന്നുമില്ല. അത് എന്നായാലും എന്റെ മുതലാ, എന്റെ കുളത്തിലെ മീന. അവനെ ഒരാളാക്കിയത് ഷാജിയേട്ടനാ. അതിലൊന്നും നമ്മൾ എങ്ങനെ ആന അങ്ങനെയുള്ള ആന ഇങ്ങനെയാണ്. ഇപ്പൊ ഒരാള് തോറ്റുപോയെന്ന് പറഞ്ഞ് വേറെ, ഇപ്പൊ ഞാൻ എന്നെ കൊണ്ട് ഒത്തില്ല, വേറൊരു പയ്യൻ വന്നതിന് ചിലപ്പം പുല്ലെ പോലെ അഴിച്ചോണ്ട് പോകും. അത് അവരെ മിടുക്കാണ്. അല്ലാതെ ആനയെ കുറ്റം പറഞ്ഞിട്ട് അതിലൊരു കാര്യമില്ല. ഒരാന നമ്മൾ ഒരിക്കലും കുറ്റം പറയരുത്. അത് അവന്റെ കഴിവീട് കുറവുണ്ടാണെന്ന് വിചാരിക്കണം. ശരിയാണോ അല്ലേ? ശരിയാണ്. അത് അവരെ കഴിവീട് കുറവുണ്ടാ, അങ്ങനെ ഞാൻ വിചാരിക്കത്തുള്ളൂ. അല്ലാതെ ഇപ്പം പറയാനൊക്കെ എന്ത് ആനക്കാരില്ലേ കേരളത്തിൽ? എത്രയോ ആനക്കാരുണ്ടല്ലേ.
അതായത് ഈ ഒരു കാര്യത്തില് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കഥകൾ വരും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അതെ അതെ. അങ്ങനെ കേശവനായിട്ടുള്ള രീതികളായിട്ട് മുന്നോട്ട് പോവായിരുന്നു. അപ്പൊ ഈ ഹൈവേലത്തെ നല്ലൊരു മറക്കാനാവാത്ത അത് ഞാൻ 2ാമത്തെ വർഷം വരുമ്പോഴാണ്. അതിനുശേഷം ഞാൻ വന്ന് ഒരു ചെറിയ വിഷയത്തിൽ 5 വർഷം കയറിയിട്ട് പോയി. ഈ വിഷ്ണു, നമ്മളെ പട്ടത്തനം വിഷ്ണു എന്ന് പറയുന്നത് ഈ വിളിച്ചു വരുത്തിയ ആളെ എനിക്ക് മറ്റേ സ്വാമിനാഥനാണ് കുഴിയൂര്, അന്ന് ഗുരുജിരയിക്കുക അതിനെ ഇരിക്കാൻ വെച്ചു. അപ്പോഴ് ആ കൊല്ലം അവിടെ പാട്ടം വന്നിട്ടുള്ളത് ഒരു പരിപാടി നടക്കാഞ്ഞ് തിരിച്ചാൻ അവരവിടെ നിൽക്കുക. എൻ്റെ അടുത്ത് ഷാജി കഴിക്കാമോ? ഞാൻ പറഞ്ഞിട്ട് കഴിക്കാന്ന് പറഞ്ഞു. ഞാൻ പോയി കഴിച്ചു. എനിക്കതിനെ കുഞ്ഞിലേ മുതലേ അറിയാം, ഈ പുത്തംകുളത്ത് നിൽക്കുന്നുണ്ട്. അവിടുന്ന് പോവാത്ത ചോറുകളും ഇല്ല, ആനകളും ഇല്ല, നമ്മളെ അറിയാം. ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ കഴിച്ച്. എന്റെ കഴിച്ചാണ് അവിടെ എന്തൊക്കെ പൊളിച്ചിട്ടുണ്ടെന്ന് ആശാക്കിയിട്ടുണ്ടെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഞാൻ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ പ്രസാദാന പഴയ നമ്മുടെ കൊച്ചിലെ അറിയാവുന്ന ഒരാന, അതിനകത്ത് പോയി കഴിച്ച്. ആന കഴിച്ച് എന്റെ വെച്ച് ആന കച്ചവടമായി. ഒരു 10 കൂടെ ഓല ആന എടുത്തോണ്ട് വരിക. ഒരു ഇടം മാത്രം ആനക്കുണ്ട്. അന്ന് മുതലാളി അതിന്റെ ഉടമസ്ഥൻ പ്രസാദേട്ടൻ വരെ അന്തം വിട്ടു. ഇതുപോലെ തീറ്റ എടുത്തോണ്ട് വരിക. വിലക്കാരുമായിട്ട് വന്ന് നിൽക്കും, ഇത് വല്ലതും കാണിക്കില്ല എന്നുള്ളൊരു ഇതില്. ഇത് തമ്മില് ഡീലായി, കച്ചവടമായി. അത് മേടിക്കാൻ വന്ന ആള് മുകളിലൊക്കെ കയറി പിടിച്ച്. ആനക്കൊരു സീനില്ല. ഒരേ ആനക്ക് ഒരേ രീതികളുണ്ട്. നമ്മളതും കൂടെ അതനുസരിച്ച് ആന കാരണം. അല്ലാതെ നമ്മള് വലിയ മിടുക്കനാന്ന് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആനകളെ സമ്മതിക്കത്തില്ല എല്ലാം. അതിലാണ് ഏറ്റവും നമ്പർ 1 കേശവനാണ്. അതിനൊരു രീതിയുണ്ട്, മിടുക്കല്ല അവിടെ. അതിനൊരു രീതിയുണ്ട്. അതല്ലാതെ ഒരിക്കലും എന്തെന്ന് പറഞ്ഞാലും അത് സമ്മതിക്കത്തില്ല. എത്ര ആള് കേറിയാലും അത് അതിനെ വെട്ടിക്കണ്ടിച്ചാലും ആന സമ്മതിക്കത്തില്ല. അടിച്ചു തോൽപ്പിക്കേണ്ട ഒരു വിഭാഗമല്ല. അത് നടക്കത്തില്ല അതിന്റെ അടുത്ത്. അങ്ങനെ കുറെ ആനകളില്ല അങ്ങനെ. അതായത് അടിച്ചത് നമുക്ക് നേടാൻ പറ്റില്ല, ചില രീതികളിലൂടെ മാത്രം. അതിനൊരു പരിവുണ്ട്. ഞാൻ 10, 100, 120 പരിപാടി എടുക്കുമായിരുന്നു ആനയെ. കേശവനായിട്ട് ഒരുപാട് എടുത്ത്. പിന്നെ രാത്രി നമ്മൾ കെട്ടിയിട്ട് ആശാനെ ഒന്ന് അഴിക്കുന്ന മാത്രം നോക്കണം. രാത്രി 2 മണിക്ക് 3 മണി അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വൈകിട്ട് ഇപ്പം തലക്കെട്ട് വെച്ച് കിട്ടിയ നേരം വിളിക്കുന്നവരെ എഴുന്നള്ളില്ല. അതഴിക്കാതിരുന്നാ മതി, ഒരു കുഴപ്പമില്ല. നമ്മള് അതിന്റെ അടുത്ത് തന്നെ കാണണമെന്നുള്ളതേ ഉള്ളു. അങ്ങനെ ഒരു ഇഷ്ടമുണ്ട്. ഒറ്റച്ചട്ടായിരുന്നോ? ഒറ്റച്ചട്ടൊന്നുമല്ല. ഞാൻ ഒറ്റയ്ക്ക് അതിനെ കൈകാര്യം ചെയ്തോണ്ടിരുന്നത്. എന്ന് വെച്ചാ 2ാം ആനക്കാരനായിട്ട് മുമ്പ് അതിനെ ഒറ്റച്ചട്ടമൊന്നുമല്ല. അവരൊക്കെ 2ാമനായിട്ട് നിർത്തി കൈകാര്യം ചെയ്ത് എല്ലാരും തള്ളിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നത്. നമ്മളെ മാത്രം നോക്കിയാതില്ലേ. പിന്നെ അല്ലാതെ ആനപ്രേമികളും പിള്ളേരന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ വരെ എല്ലാ കാര്യവും നോക്കും. ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തപ്പോ ആനയും ഞാനുമായിട്ട് ഭയങ്കര കൂട്ടായി. ഞാൻ വന്നാലേ എന്തെങ്കിലും നടക്കുമെന്ന് ആനക്കൊരു മനസ്സിലായി. ഇത്ര ഇതുള്ള ആനയല്ലേ, എല്ലാരും പേടിയാക്കി നിർത്തിക്കുന്ന ഒരു സമയത്താണ് ചെല്ലുന്നത്. നമ്മളതിനെ ഒരിക്കലും കുറ്റം പറയത്തില്ല. സൂപ്പർ ആന. അല്ലെ, ഉത്സവത്തിനൊക്കെ ചെല്ലുന്ന സമയത്ത് പുറമേ ആൾക്കാർ ഓടിക്കേറി വരുമോ എന്റെ അടുത്തേക്ക്? ഒന്നുമില്ല. അല്ല, ആനപ്രേമികള് ഇഷ്ടംപോലെ. അല്ല, ഇവന്റെ സ്വഭാവം അനുസരിച്ചിട്ടേ ഒന്നുമില്ല. കൊള്ളാം. നീരില് വേറെ ആൾക്കാര്, കൊച്ചു പിള്ളേരൊക്കെ അതിന്റെ കീഴിൽ. ഷാജിയേട്ടൻ പറഞ്ഞില്ലേ എപ്പോഴാണ് അവന്റെ രീതി മാറുക പറയാ. എന്നാലും ചെയ്യത്തില്ല, വെറുതെ കാരൊന്നും ചെയ്യത്തില്ല. വല്ലതും ഉണ്ടെങ്കിൽ എന്റെ അടുത്തുള്ളവര് കാണുമ്പോ കാണിക്കും. വേറെ ആരോടും ഇല്ല. ഓരോ അവനെ കൊണ്ട് എന്തായാലും പുറമക്കാർക്ക് ഒരു ദോഷമില്ല, ഒരു ഉപദ്രവം ഉണ്ടാകാത്ത ആനയുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് മാത്രമേ. അങ്ങനെ കേശവനിന്ന് ഇറങ്ങി നേരെ പിന്നെ കുഴൂര് സ്വാമിനാഥൻ. കുഴൂര് സ്വാമിനാഥൻ ഒരു പ്രത്യേകതയായിട്ട് ഷാജിയേട്ടന് തോന്നിയിട്ടുള്ളത് എന്താ? ചാപ്പാട് കൊടുക്കണം ആശാന്. ഇവർക്കെല്ലാം പറ്റിയിട്ടുള്ളതാണ്. ചാപ്പാട് ഇല്ലെങ്കിൽ ആശാൻ തെറ്റും. ചാപ്പാടാണ് പ്രധാനം. 100 മുടൽ ഒരേക്ക് തിന്നും ഒരു ദിവസം. അത്രയും ഒന്നുമല്ല, 100ഒന്നുമല്ല. ചാപ്പാട് വേണം, അത്രേ ഉള്ളൂ. നല്ല ഉണ്ടുപണിയാണ്. ചാപ്പാട് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു വിഷയമില്ല. ചുമ്മാ നടന്നാൽ എന്ന് വെച്ചാൽ ഞാൻ കൊച്ചിലെ പോലെ കണ്ടിട്ടുണ്ട്. നമ്മുടെ പഴയ ആനക്കാരും എല്ലാം കൊണ്ടാണ് നമ്മളൊക്കെ ഒന്ന് ഓല വെട്ടാൻ നടക്കുന്നത്. ഒന്നുമല്ല, എനിക്ക് അതിനെ അറിയാവുന്നതുകൊണ്ട്. ഒരു ആനക്ക വടക്ക് പോയാണ് ആന ഇച്ചിരി ഇതായിട്ട് വന്നത്. തൃശ്ശൂര് പരിപാടിയൊക്കെ എടുത്തിട്ടുള്ള ആനയല്ലേ അത്? അത് തന്നെ. രാത്രി പൂരമൊക്കെ എടുക്കാൻ ലാസ്റ്റ് പാടായിട്ട് ഇവിടെ നിൽക്കുമ്പോഴാണ് പിന്നെ ഇതിന്ന് മാറിയിട്ട് എന്നെ വിളിക്കുന്നത്. ഞാൻ വലിയ പരിപാടിയൊന്നും എടുത്തിട്ടില്ല. ഞാൻ അവിടുന്ന് അഴിച്ചോണ്ട് വന്ന്
കൊല്ലത്ത് കൊണ്ടുവന്ന് അവിടെ കുറച്ച് ദിവസം നിന്ന് അവിടെ ചാന കച്ചവടമായി കുഴിയൂര് പോകണം. പിന്നെ കുഴിയൂര് വെച്ച് ഞാനിഞ്ഞ് പോയിരുന്നു. എന്നിട്ട് അവരെ ഈ ഗുരുജിയുടെ തന്നെ കൊണാർക്കെന്നും പറഞ്ഞൊരു ആനയുണ്ടായിരുന്നു. കൊണാർക്ക് അയ്യപ്പനെന്നും പറഞ്ഞു പിച്ചിയിലൊക്കെ നിന്നേ. അത് വലുമ്പായിരുന്നു ആന. അതിനെ കുറെ നാൾ കൈകാര്യം ചെയ്തു. അത് ഉളിയക്കോവിൽ വെച്ച് ഒന്ന് തെറ്റിയായിരുന്നു. ഉളിയക്കോവിൽ ഒന്നുമില്ല. അതിന് മുമ്പ് പിടിച്ച് ചെറുക്കൻ, ഞാൻ വണ്ടിക്കകത്തിട്ട് ഉറങ്ങിപ്പോയി. ചെറുക്കനാനയെന്ന് എടുത്ത് ഞാൻ ഇറങ്ങി ചെന്നപ്പോഴേ പിടിച്ചാനെ. ഇങ്ങ് പോയൊന്നുമില്ല ആന. അങ്ങനെയുള്ള ഒരു ഇത് മാത്രമേ എന്റെ അറിവിൽ നമ്മളത് സംഭവിച്ചിട്ടില്ല. പെട്ടെന്ന് അങ്ങനെ ഉണ്ടായതാണോ? ഓ, പാലക്കാടൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞു വന്നേ. അവരെയൊന്നും കൈകാര്യം ചെയ്യുന്നതല്ലേ, കൊടുത്തിട്ട് ഇച്ചിരി നേരം വണ്ടിക്കകത്ത് പോയി ഇരുന്നതാ. ഒന്ന് കണ്ണ് അടയാൻ പോയിണ്ടാവും. അപ്പഴേ ഓട്ടോയിൽ ഇരുന്ന അണ്ണം പറഞ്ഞ് ഷാജി നിനക്ക് ആന തെറ്റി. ഞാൻ പറഞ്ഞ് തെറ്റാനുള്ള ആനയൊന്നും ഇല്ലല്ലോ. ഓട്ടോക്കാരൻ്റെ അടുത്തിട്ട് ഞാൻ നിന്നപ്പോ ഇതവിടെ നിൽക്കുക. ഞാൻ നിന്ന് ഞാനവിടെ വാലയിൽ ഞാൻ പിടിച്ചപ്പോഴത്തേക്ക് ചെറുക്കൻ കൊമ്പയിലിരിക്കുക. ആന കുത്തിയൊന്നുമില്ല, കാലെല്ലാം ഒന്നുമില്ല. തലയിൽ കൊമ്പടിയിലൊക്കെ എടുത്ത് ഒരു വണ്ടിയുടെ അടുത്തോട്ടൊന്ന് ഇട്ടാണ്. അപ്പോഴേ ഞാൻ പിടിച്ചങ്ങ് അവിടെ പിടിച്ചൊരു പോസ്റ്ററിൽ കൊളുത്തിട്ട് തലയിൽ കെട്ട് വെച്ചിട്ട് അപ്പോഴേ പോയി. കുഴിയിലാനില്ല, അത് ഒന്നും കണ്ടില്ല. അത് അവിടെ നമ്മള് കൊടുത്തിട്ട് ഇനി പോയിരുന്നു. പാലക്കാട് വെച്ചായിരുന്നോ? ഇല്ല, കുഴിയൂര്.